ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ കിച്ചണിൽ കുറച്ച് വർക്ക് നടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ടാണ് ഇന്നത്തെ വരവ്. അപ്പോൾ പണിക്കാർ 9 മണിയാകുമ്പോഴത്തേന് വരും കേട്ടോ. അപ്പോൾ നമ്മൾ കിച്ചന് ഒഴിവാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ ചോറും കൂട്ടാനൊക്കെ അതും ആക്കണം. അവർക്ക് പിന്നെ ഫുഡൊന്നും വേണ്ട. പിന്നെ ചോറൊക്കെ ഞാൻ വേഗം കുക്കറിൽ അടുപ്പത്ത് വെച്ച്. അപ്പോൾ നടക്കാൻ പോയപ്പോൾ തന്നെ ഞാൻ എന്താട്ടി ദോശക്ക് മാവ് അരച്ച് വെച്ചിനി. അപ്പോൾ അതിലൊക്കെ ഉപ്പിട്ട് ഇങ്ങോട്ട് നല്ല മിക്സ് ചെയ്ത് വെച്ചിങ്ങാണ്ടാണ് പോയത്. അങ്ങനെ തട്ടിക്കൂട്ടി പെട്ടെന്നൊരു സാമ്പാറും ഉണ്ടാക്കാൻ വിചാരിച്ച്. ചോറുക്കായി ദോശയ്ക്കും ആയല്ലോ. അപ്പോൾ പരിപ്പൊക്കെ നല്ല കഴുകാണ്ട് ഒരു കുക്കറിൽ അത് അടുപ്പത്ത് വെച്ചിക്കണ്. ഇതിൻ്റെ ഇടയിൽ മക്കളെ പറഞ്ഞയക്കലും ഒക്കെ ഉണ്ടല്ലോ. ഓല 9 മണിക്ക് വന്നാൽ പിന്നെ നമുക്ക് കിച്ചണിൽ കിടക്കാൻ കഴിയില്ല. കാരണം ഓല സാധനങ്ങളൊക്കെ കിച്ചണിലുണ്ടാവും. അങ്ങനെ സാമ്പാർക്കുള്ള പച്ചക്കറികളൊക്കെ കട്ട് ചെയ്യാണ്. ഇപ്പം കുമ്പളങ്ങയും പിന്നെ ഉള്ളിയും തക്കാളിയും കിഴങ്ങും കുറച്ച് വെണ്ടയ്ക്കയും പിന്നെ ഒരു ക്യാരറ്റും അതിനുള്ള കേട്ടോ പച്ചക്കറിയായിട്ട്. ശരിക്കും നമ്മളെ സാമ്പാറിൽ വെണ്ടക്ക വേണമല്ലോ. അപ്പോൾ വെണ്ടക്ക ഉണ്ടായപ്പോൾ ഞാൻ പെട്ടെന്നൊരു തട്ടിക്കൂട്ടി സാമ്പാർ ഉണ്ടാക്കാൻ വിചാരിച്ചുകൊണ്ട് അങ്ങനെ കട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതേപോലെ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പം ഇന്നലെയൊക്കെ ഞാൻ പണിക്കാരുണ്ടായതുകൊണ്ട് എഡിറ്റിങ്ങും ഒക്കെ ബുദ്ധിമുട്ടേനി. കാരണം ഭയങ്കര സൗണ്ടാണ് പെരൻ്റെ ഉള്ളിൽ. അപ്പോൾ അതൊന്നും പറ്റൂല ഇനി. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ കിഴങ്ങുണ്ടല്ലോ, വലിയ കിഴങ്ങ് എപ്പോൾ ഇവിടെ വലിയ കിഴങ്ങ് കൊണ്ടുവരികയാണെങ്കിലും അത് മുറിക്കുമ്പം അതിൻ്റെ ഉള്ളിൽ കേടേക്കാരം. ശരിക്കും ഈ വലിയ കിഴങ്ങ് വാങ്ങുകയേ ചെയ്യരുത്. ചെറിയ കിഴങ്ങാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ കേടുണ്ടാവില്ല. അതെപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിരിക്കണ്. ഉള്ളുഭാഗം പകുതി മുക്കാലും കേടന്നേക്കാരം. അങ്ങനെ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ദോശയൊക്കെ ചുട്ടെടുക്കാം. പരിപ്പൊക്കെ വന്നപ്പം ഇനി പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് വേണം പരിപ്പാണെങ്കിൽ പരിപ്പിൻ്റെ കൂടെ തന്നെ പച്ചക്കറി ഇട്ട് വേവിക്കുക. അപ്പോൾ അത് കുറച്ച് വേവുള്ള പരിപ്പായതുകൊണ്ട് ഞാൻ ആദ്യം പരിപ്പ് അങ്ങനെ വേവിച്ചെടുത്തതാണ്. ഇനി പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ വെണ്ടക്ക ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. വെണ്ടക്കക്ക് വേവില്ലല്ലോ. അപ്പോൾ പച്ചക്കറി വന്നിട്ട് വേണം വെണ്ടക്ക ഇട്ട് കൊടുക്കാൻ. അങ്ങനെ കുറച്ച് ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും ഇട്ട് കൊടുത്തേക്കണം. ഇനി കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് പുളിവെള്ളം പിഴിഞ്ഞൊഴിച്ചുകൊണ്ട് അങ്ങനെ കുക്കറിൽ വേവിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും സാമ്പാറും പൊടി ഇട്ടോ അത് ഇട്ടെടുത്തത്. പിന്നെ കുറച്ച് കളറിന് കുറച്ച് മുളകും പൊടി അത് ഇട്ട് കൊടുക്കണം. പിന്നെ വെള്ളത്തിലിട്ട ചീനിട്ടോ പുളി അത് പിഴിഞ്ഞാണ്ട് അങ്ങനെ അത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ സാമ്പാർ ഇഷ്ടം നീണ്ട സാമ്പാറാട്ടോ. കുറുകിയ സാമ്പാർ ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ അത്യാവശ്യം വെള്ളം ഒഴിച്ച് കൊടുത്തേക്കണം. അങ്ങനെ പിന്നെ ഞാൻ ഒരു വിസിൽ അടിച്ചപ്പോൾ പിന്നെ അതിൻ്റെ ആവിയൊക്കെ പോയിട്ട് പിന്നെ വെണ്ടയൊക്കെ കട്ട് ചെയ്ത് കണ്ട് അങ്ങനെ തന്നെ അടച്ച് വെച്ചേക്കാട്ടോ. അത് വേവിച്ചിട്ടില്ല. അപ്പോൾ അതിൽ കടന്ന് തന്നെ വെണ്ടൊക്കെ വെന്തിക്കണ്. പിന്നെ തൂമിച്ചെടുത്തേക്കാണ് കേട്ടോ. പിന്നെ ചായയൊക്കെ എല്ലാവർക്കും കൊടുത്തപ്പോൾ തന്നെ പണിക്കാർ വരാനയക്കണേ. പിന്നെ മോന് സ്കൂൾക്ക് പോകാനായിക്കണം. അപ്പോൾ മോന് ചോറും കൊടുത്തു വിടട്ടെ. അങ്ങനെ മക്കളൊക്കെ പോയി. പിന്നെ പണിക്കാർ വരാനാകുമ്പോഴത്തേന് എനിക്ക് കുറച്ച് കേക്കിൻ്റെ വർക്കും കൂടി ചെയ്യാനുണ്ട്. അതും കൂടി പെട്ടെന്ന് തീർത്ത് വെക്കണം. അപ്പോൾ ഈ കേക്ക് എൻ്റെ അനിയത്തിൻ്റെ മോള് ഏൽപ്പിച്ചതാണ് കേട്ടോ. എൻ്റെ അനിയത്തിൻ്റെ മോള് പറയുമ്പോൾ മൂത്താപ്പാൻ്റെ മോള് കേട്ടോ. അവളെ മുണ്ടേരിക്കാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ അവളെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം പട്ടാളത്തിലാണ് ജോലി ചെയ്യണത്. അപ്പോൾ അങ്ങനെ ആ തീമിൽ ചെയ്യണമല്ലോ. അപ്പോൾ ആ കളറൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്.
പട്ടാളം. പിന്നെ കേക്കിൻ്റെ മുകളിൽ വല്ലാതെ ഫിനിഷ് ആക്കിയിട്ടൊന്നുമില്ല, കാരണം ഫോട്ടോ പ്രിൻ്റ് വെക്കല്ലേ, അപ്പോൾ പിന്നെ ഫിനിഷിങ്ങിൻ്റെ ആവശ്യമില്ലല്ലോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതിന് പണിക്കാർ വന്നു കേട്ടോ. അപ്പോൾ കിച്ചണൊക്കെ ഒൽക്കണം വിട്ടുകൊടുത്തേക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചാൽ അതിൻ്റെ ചെയ്താലോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.